പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കേണ്ടതിന് അവിടുത്തെ സന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ ആ സന്തോഷത്തിൻ്റെ പരിപൂർണത അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കേണ്ട. കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മീക ബലം പ്രാപിച്ച് സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു മടങ്ങുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുമേശയിൽ നിന്ന് ഭാഗവാക്കളാവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തണം. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഭാരത്തോടെയോ പ്രയാസത്തോടെയോ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് അഭിഷേകത്തിൻ്റെ മധ്യേ സ്തോത്രം പരിഹാരം വരുത്തുവാൻ, കർത്താവ് നമ്മെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. വീണ്ടും കർത്താവെ സഭയായ ദൈവസന്നിധിയിൽ കടന്നു വന്ന കർത്താവിനെ സ്തുതിപ്പാൻ ദൈവമൊരുക്കിയ സാവകാശത്തിനായ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പാടുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ പ്രാർത്ഥിപ്പാൻ കൃപ ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു, ഇത്രത്തോളം ദൈവം ഞങ്ങൾ നടത്തിയ എല്ലാ വിധങ്ങൾക്കായും ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ വചന ശുശ്രൂഷ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മധ്യയിൽ അയച്ചിരിക്കുന്ന ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വചനം ദൈവമേ ഞങ്ങൾ അദ്ദേഹത്തിൽ കൂടി ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വരാനുള്ളവരെയും തക്ക സമയത്ത് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവെ ഹല്ലേലൂയ. കർത്തൃമേശ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ കർത്താവെ, അതിൽ നിന്ന് പ്രാഗൽഭ്യത്തോടെ കൈനീട്ടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്ന എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ സമാധാനത്തോടെ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആപത്തുകൾ, അപകടങ്ങൾ, പെട്ടെന്ന് മരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ദൈവദാസനായ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കണമേ. ഞങ്ങളെ നയിപ്പാൻ ആവശ്യമായ കൃപ ദൈവം പകരുന്നതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൗൺസിലിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവ് സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 9-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിൻ്റെ അവസാനത്തെ വാക്യം ചേർന്ന് പാടിയും കർത്താവിനെ മഹത്വം കരയറ്റാം. സാംസ് നമ്പർ 9, 9-ാം സങ്കീർത്തനം, 9-ാം സങ്കീർത്തനം. എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് കരുതുന്നു. സാംസ് നമ്പർ 9. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. എൻ്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു, നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. ഈ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ച് അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായ്ച്ചു കളഞ്ഞു. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവീൻ, അവൻ്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പീൻ. യഹോവേ എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. യഹോവേ എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലനാകരുതേ, ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ.
അവർക്ക് ഭയം വരുത്തേണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരല്പസമയം നന്ദിയോടെ അവിടുന്ന് നമ്മെ വിടുവിച്ച, കരുതിയ, നടത്തിയ, പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് ഈ മരുഭൂമി യാത്രയിൽ താളടിയാകി പോകാതെ, തകർന്നു പോകാതെ, അനർത്ഥങ്ങളും അപകടങ്ങളും മുന്നിൽ കണ്ട സാഹചര്യങ്ങളിൽ പോലും അവിടുത്തെ സുരക്ഷാ വലയത്തിനുള്ളിൽ നമ്മെ മറച്ചതോർത്ത്, അവിടുത്തെ ചിറകിന്റെ മറവിൽ നമ്മെ മറച്ചതോർത്ത്, അവിടെ നമ്മെ കരുതിയ വിധങ്ങളെ ഓർത്ത് തകർന്നു പോകുവാൻ തക്കവണ്ണം പലപ്പോഴും ശത്രുവായവൻ നമ്മെ തള്ളിയെങ്കിലോ അതിലൊന്നും പെട്ടുപോകാതെ നമ്മെ നിർത്തി അവിടുത്തെ കൃപയ്ക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാറ്റിലും ഉപരി ആ വീണ്ടെടുപ്പിന്റെ വില തിരിച്ചറിയുവാൻ, യേശുവിന്റെ രക്തത്തിന്റെ വില തിരിച്ചറിയുവാൻ അവിടുന്ന് നമ്മെ പ്രാപ്തരാക്കി തീർത്തതോർത്ത്, ആ കൃപാസനത്തോടടുത്ത് വരുവാൻ തക്കവണ്ണം നമ്മെ യോഗ്യരാക്കി തീർത്തതോർത്ത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് തന്നതോർത്ത്, ആ നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചതോർത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. Hallelujah, hallelujah, hallelujah. നന്ദിയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ചേർന്ന് പാടാം. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ ചേർന്ന സമർപ്പണത്തോടെ നമുക്ക് പാടാമല്ലോ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. എന്തു നൽകും പകരമാ തുല്യമായൊന്നുമില്ലാതെ, എന്തു നൽകും പകരമാ തുല്യമായൊന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താൻ എന്നെ സ്നേഹിച്ചു. ഓ, നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ഉൾക്കിരീടവും ആണിപ്പീണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. സ്വന്തജീവനേകും ദൈവകുഞ്ഞാണിനെ നന്ദി ചൊല്ലുവാൻ നാമോ. ഉൾക്കിരീടവും, ഓ, ഉൾക്കിരീടവും ആണിപ്പീണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. സ്വന്തജീവനേകും ദൈവകുഞ്ഞാണിനെ നന്ദി ചൊല്ലുവാൻ പോരാ. എന്തു നൽകും പകരമാ തുല്യമായൊന്നുമില്ല
ഒന്നുമില്ല. ഓ എന്തു നൽകും പകരമാം തുല്യമായൊന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താഴെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താഴെന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം പ്രാർത്ഥിയ അത്ഭുതമേ. വാടിക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം പ്രാർത്ഥിയ അത്ഭുതമേ. വാടിക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ നിത്യസ്നേഹമേ. എന്തു നൽകും? ഓ എന്തു നൽകും പകരമാം തുല്യമായൊന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമാം തുല്യമായൊന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താഴെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താഴെന്നെ ചേർന്ന് പറയാമോ? നന്ദിയോടെ, ഓ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താഴെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താഴെന്നെ സ്നേഹിച്ചുവല്ലോ. ഹല്ലേലൂയ. നാം ചേർന്ന് ഒരു ഗാനവും കൂടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എത്ര നല്ലവൻ എൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ, എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. അവരെണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. അവരെത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലാ നൽവഴികളെ ഒരുക്കിയിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലാ നൽവഴികൾ
ഏതു നേരത്തും നടത്തിയിടുന്നവൻ അവരെണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ അവരെണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ പ്രിയരവരും പ്രതികൂലമാകുമ്പോൾ ആരിലേടും പ്രയാസവേളയിൽ പ്രിയരവരും പ്രതികൂലമാകുമ്പോൾ ആരിലേടും പ്രയാസവേളയിൽ ആമേ പൊന്നുകൾ കണ്ടു ഞാൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ അവരെണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ അവരെണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ എത്ര നല്ലവൻ അവൻ എത്ര നല്ലവൻ എന്നെ സുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ അവരെണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ അവരെണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ അവരെണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ അവരെണ്ണിയാൽ തീരാത്ത Hallelujah. 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 Hallelujah.
കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ തുടർന്നുള്ള സമയങ്ങളിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കും. ഭയത്തോടെ, ഭക്തിയോടെ, ഏകാഗ്രതയോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കും. അവിടുന്ന് ഞങ്ങളെ സഹായിക്കും. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. അവിടുന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ കൺവെൻഷൻ, 5 ദിവസത്തെ കൺവെൻഷൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. അമേൻ. മീറ്റിങ്ങിനെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും അമേൻ അവിടെ നടന്ന ശുശ്രൂഷകൾ അനുഗ്രഹമായിരുന്നു എന്നതിൽ തെല്ലും സംശയമില്ല. അമേ കർത്താവ് നമ്മുടെ മധ്യയെ അയച്ച കർത്താവിൻ്റെ ദാസനെ വളരെ ശക്തമായി ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നുവല്ലോ. സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. അമേ. വിശേഷം നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സ്, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. അമേ. കർത്താവിൻ്റെ വലിയ ദാസൻ ഷാജി യോഹന്നാൻ പാസ്റ്ററെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അമേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ അമേൻ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം, ആമേൻ സ്തോത്രം, വളരെ വ്യക്തതയോടെ ദൈവജനത്തിന് നൽകുവാൻ കർത്താവ് തൻ്റെ ദാസനെ ശക്തമായി ഉപയോഗിച്ചു. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനോട് ഒരു പടി കൂടി അടുക്കുവാനും നമ്മെ തന്നെ ഒരിക്കൽ കൂടി ഒന്ന് ശോധന ചെയ്യുവാനും നമ്മുടെ അരുമനാഥൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു. ഈ ലോകസംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് കർത്താവിൻ്റെ വരവ് സമീപമായി എന്നുള്ളതാണെന്നും ഒന്നും കൂടെ നമുക്ക് ഓർത്തെടുക്കുവാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് അവൻ ഒരുക്കത്തോടെ കാത്തിരിപ്പാനും കർത്താവ് നൽകി തന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ഞാൻ മുഖവുര പറഞ്ഞ് സമയം ദീർഘിക്കാതെ വേഗത്തിൽ സങ്കീർത്തനത്തിലേക്ക് കടക്കട്ടെ. 9-ാം സങ്കീർത്തനമാണ് നാം വായിച്ചത്. സ്തോത്രം. അമ്മ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം. അമ്മ ദാവീദാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് അതിൻ്റെ ശീർഷകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ആമേൻ. അതിൻ്റെ ഒരു വാക്യം അത് വായിക്കുന്ന അതിൻ്റെ 10-ാമത്തെ വാക്യം പ്രിയപ്പെട്ടവരിൽ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ആമേൻ. സ്തോത്രം. നമുക്കിനി ആ വാക്യം ഒന്ന് ഒരുമിച്ച് ചേർന്ന് പറയാമോ? അതിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രം. നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. സ്തോത്രം. നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. പുരാതന സ്തോത്രം കാലത്ത് നമുക്കറിയാം, ആമേൻ സ്തോത്രം, ഈ അബ്രഹാം മുതൽ അബ്രഹാമിൻ്റെ സന്തതികൾക്കുമെല്ലാം ഈ പേരുകൾക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. പേരുകൾക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രം ആമേൻ സ്തോത്രം വളരെ വ്യക്തതയോടെ ചില പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് അത്യുന്നതനായ ദൈവം, ഏൽ എലിയോൻ. സർവശക്തനായ ദൈവം, ഏൽ ഷദായ്. നിത്യനായ ദൈവം, ഏൽ ഒലോം. കാണുന്ന ദൈവം, എൽ റോയി. എന്നിത്യാദി പേരുകൾ സ്തോത്രം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രം. ആമേൻ. സോദോമിലെ രാജാവ്, ആമേൻ സ്തോത്രം, ദൈവത്തെ അറിയാത്ത, ദൈവത്തെ സേവിക്കാത്ത രാജാവ്, തനിക്കുണ്ടായിരുന്ന സമ്പത്ത് എടുത്തുകൊള്ളുവാൻ അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്: നീ എനിക്ക് സമ്പത്ത് തന്നു എന്നാരും പറയാതിരിക്കേണ്ടതിന് സ്തോത്രം, ഞാൻ നിന്റെ സമ്പത്ത് എടുക്കുകയില്ല. നമ്മെ ഭൂമിക്കും സ്വർഗത്തിനും നാഥനായ ഒരു അത്യുന്നതനായ ദൈവം എന്നെ മാനിക്കുവാൻ ശക്തനായൊരു ദൈവമാ. സ്തോത്രം. അതെ, അവിടുന്ന് എല്യോനാണ്, അവിടുന്ന് എന്നെ മാനിക്കുവാൻ മതിയായ കർത്താവ്. മകനു വേണ്ടി ദീർഘവർഷങ്ങൾ കാത്തിരുന്ന് നിരാശയുടെ അനുഭവം ജീവിതത്തിൻ്റെ തലങ്ങളിൽ ആഞ്ഞടിച്ചപ്പോൾ സ്തോത്രം അബ്രഹാമിൻ്റെ മുൻപാകെ വെളിപ്പെട്ടിട്ട് സ്തോത്രം ഇപ്രകാരം ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നുണ്ട്: ആമേൻ, ഞാൻ സർവശക്തിയുള്ള
ദൈവമാണ്. സ്തോത്രം. അതിൻ്റെ അർത്ഥം അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്ന, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്നൊരു ദൈവമാണ്. സ്തോത്രം. നിർജീവമെന്ന് നിങ്ങൾ വിളിച്ചു പറയുന്ന സാഹചര്യങ്ങളുടെ മധ്യേ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി സാഹചര്യങ്ങളെ മാറ്റി എഴുതുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമായി എൽ ശദ്ദായി ആണ് ഞാൻ. സ്തോത്രം. അവിടെ കൊണ്ട് തീരുന്നില്ല. സ്തോത്രം. സാറയുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ഓടിപ്പോയ ഹാഗാറിനെ മരുഭൂമിയിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടിട്ട് സ്തോത്രം ദൈവത്തിൻ്റെ ദൂതൻ ഇപ്രകാരം സ്തോത്രം ദൈവത്തിൻ്റെ ദൂതൻ ഈ ഹാഗാറിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഹാഗാർ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എൽ റോയ്. മരുഭൂമിയുടെ സാഹചര്യത്തിലും ഞാൻ സ്തോത്രം ഏകാന്തത അനുഭവിക്കുമ്പോഴും ആരും സഹായമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന വേളകളിലും എന്നെ കാണുന്ന ഒരു ദൈവം ഇവിടെയും എന്നെ കണ്ടിരിക്കുന്നു. സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരുമിച്ചെന്ന് പറയാൻ കഴിയുമോ? ആ ദൈവത്തിനെ യഥാർത്ഥമായി അറിയുന്ന സ്തോത്രം നമ്മെ കാണുന്ന സർവശക്തനായ അത്യുന്നതനായ ഏത് സാഹചര്യത്തിലും നമ്മെ അറിയുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഉറച്ചു പറയാം, സ്തോത്രം, നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. സ്തോത്രം. ആ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഈ ശബ്ദത്തോടെ പോരാ, ഉറക്കെ ഒന്ന് പറഞ്ഞാട്ടെ, നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കാം. സ്തോത്രം. കഥാവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അതേ 18-ാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ആമേൻ എന്നും ഭംഗം വരികയില്ല. സ്തോത്രം. ദൈവത്തെ കാത്തിരിക്കുന്ന ആമേൻ വ്യക്തിയുടെ പ്രത്യാശയ്ക്ക്, ആ കാത്തിരിപ്പിന് ഭംഗം വരുത്താത്ത കർത്താവ് നമ്മോട് കൂടെയുള്ളത് കൊണ്ട് കർത്താവിന് സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുറന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ പ്രാരംഭത്തിൽ അവർ പഠിച്ച വാക്യം പറയും. All children can stand together and will recite the Bible verse. Shalomi and Binny will come forward and will lead the session. Shalomi. Praise the Lord. Psalms chapter 34 verses 18, 19 and 22. The Lord is near to the broken-hearted and saves those who are crushed in spirit. Many are the afflictions of the righteous, but the Lord delivers him out of them all. The Lord will redeem the soul of his servants, and none of those who take refuge in him will be condemned. Amen. 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 Shout hallelujah. ആമേൻ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ഹാഫ് ഇയർലി എക്സാമൊക്കെ ഈ വരുന്ന ആഴ്ചകളിലൊക്കെ നടക്കുക. സ്വർഗത്തിലെ ദൈവം കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ, അവരുടെ പഠനത്തിൽ ദൈവസാന്നിധ്യം ഇരിക്കണം. ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി നമ്മുടെ കുഞ്ഞുങ്ങൾ സ്തോത്രം വളർന്നു വരണം. ദൈവകരങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ തലമുറകൾ എഴുന്നേറ്റ് നിന്നോ ദൈവമേ അവർ കർത്താവ് വാക്യമൊക്കെ പറയുവാൻ കർത്താവ് ബലപ്പെടുത്തി. ദൈവമേ സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരെ ഇത്രത്തോളം അവരൊന്ന് ബലപ്പെടുത്തിയല്ലോ. വീണ്ടും അവരെ സഹായിക്കുമാറാകണമേ. അവരുടെ പഠനത്തിൽ ദൈവസാന്നിധ്യം ഇരിക്കണമേ. അവരുടെ യാത്രകളിൽ ദൈവസാന്നിധ്യം ഇരിക്കണമേ. അവരുടെ എക്സാമൊക്കെ കർത്താവെ അടുത്തു വരുന്നല്ലോ. ദൈവമേ പരീക്ഷയൊക്കെ നല്ലതുപോലെ എഴുതുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. അവരുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ. കർത്താവെ ദൈവകൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ അധികമായി പകരുമാറാകണമേ. ദൈവമേ സ്തോത്രം. കർത്താവെ അവർ കർത്താവെ സ്തോത്രം ഇടപെടുന്ന എല്ലാ മേഖലകളിലും കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടാകുമാറാകണമേ. ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി, ദൈവത്താൽ ഏറ്റവും മാനിക്കപ്പെട്ട പൈതങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ട ആത്മാവിൽ ബലപ്പെടട്ടെ. ദൈവകൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിനുള്ള സമയത്തെ വേർതിരിക്കുന്നു.
സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് മോനെ മൈക്ക് കൊടുത്തേ. ആരൻ? ഓക്കെ. Praise the Lord. God give me one more year in my life. Free place for me. Praise the Lord. പ്രൈസ് ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ സഭയിൽ സാക്ഷിയാ നിൽപ്പാൻ ദൈവം കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ശേഷാൽ നമ്മുടെ ദേവദാസൻ കുടുംബം, ഷാജി പാസ്റ്റർ കുടുംബം ആയിരിക്കാൻ ദൈവം കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞാനൊരു പ്രാർത്ഥനയോടെ ദൈവം തന്ന മറുപടി സഭയിൽ സാക്ഷിയായി പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. കഴിഞ്ഞ ഫ്രൈഡേ മോർണിംഗിൽ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ സഭയിലെ 17 വയസ്സുള്ള ഒരു മകളുടെ ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു, മിനിങ്ങാന്നായിരുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സർജറി നടന്നത്. ഏകദേശം 14 മണിക്കൂറാണ് സർജറി പറഞ്ഞത്. 8.5 മണിക്കൂർ കൊണ്ട് സർജറി തീർന്നു. അതിനുശേഷം ഏറ്റവും വലിയ മിറാക്കിൾ എന്ന് പറയുന്നത് MRIയിൽ കണ്ട ആ ഗ്രോത്തിൻ്റെ അത്രയും ദശ അവിടെ ആ ട്യൂമർ ഇല്ലായിരുന്നു അവിടെ. പിറ്റേ ദിവസം രാവിലെ, അതിലും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 6:30 എഴുന്നേറ്റ് കുഞ്ഞ് ഭക്ഷണം കഴിച്ചു, പിതാവിനെയും മാതാവിനെയും വർത്താനം പറഞ്ഞു. അതിനുശേഷം അന്ന് രാത്രി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് അയക്കുവാനും കാണുവാനിടയായി. ഈ സഭ ആത്മാർത്ഥമായി അവരുടെ പിതാവും മാതാവും വളരെ നന്ദി ഈ സഭയോട് പറഞ്ഞിട്ടുണ്ട്. വിശേഷാൽ ഈ ആഴ്ച രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് MRI ഒക്കെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. വിശേഷാൽ എനിക്ക് പേഴ്സണലായി ചിലരൊക്കെ മെസ്സേജ് അയക്കുകയും എന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു എങ്ങനെയുണ്ടെന്നുള്ളത്. വിളിച്ച് ചോദിക്കുകയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്ത ഈ സഭയിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. പിന്നെയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം തരുന്നു. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഒരു നിമിഷം ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്കൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ജെരമിയ മോന് കർത്താവ് 1 വർഷവും കൂടെ ദാനമായി നൽകിയല്ലോ. കുഞ്ഞിനെ കർത്താവ് വീണ്ടും ബലപ്പെടുത്തേണ്ട വളർച്ചയുടെ ഘട്ടങ്ങളിലൊക്കെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും ഇരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സാമ്പ്രദർ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ അമ്മേ സാക്ഷ്യം പറഞ്ഞത് സ്തോത്രം വളരെ ശ്രദ്ധയോടെ അമ്മേ നമ്മുടെ സഭയിൽ രാവിലെയും വൈകിട്ടും നമുക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചു. പ്രിയ ഫേബ എന്ന് പറയുന്ന പൈതലിനു വേണ്ടി നമ്മൾ വളരെ ശക്തമായി തന്നെ സഭ പ്രാർത്ഥിച്ചല്ലോ. അതിൻ്റെ അമ്മേ സ്തോത്രം ഫലം എന്ന വണ്ണം കർത്താവ് അമ്മേ പ്രിയ ദേവദാസൻ പറഞ്ഞ അത്ഭുത സാക്ഷ്യം നാം കേൾക്കുവാനിടയായി തീർന്നല്ലോ. വീണ്ടും നമ്മുടെ കുഞ്ഞിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ബലത്തോടെ നിർത്തേണ്ടതിന് വിശേഷം ഈ ആഴ്ച MRI റിപ്പീറ്റ് ചെയ്യുമ്പോൾ യാതൊരു പ്രയാസവും കൂടാതെ വരും ദിവസങ്ങളിൽ തന്നെ കുഞ്ഞ് പഠനത്തിന് വേണ്ടി കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. അമ്മയെ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ കർത്താവിൻ്റെ ദാസനെ അമ്മേൻ ഇന്നും പകൽക്കാലം കർത്താവ് നമ്മുടെ മധ്യയെ വീണ്ടും ശക്തമായി ഉപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെയും സ്തോത്രം നമ്മുടെ അമ്മേ സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും വിശേഷ സഹോദരിമാരുടെ വണ്ട് സെമിനാർ വരുന്ന ആഴ്ച നടക്കുന്നല്ലോ. സ്തോത്ര കർത്താവ് അമ്മേ സ്തോത്രം മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കടന്നു വരുന്ന കർത്തൃദാസിയെ നമ്മുടെ മധ്യയെ കർത്താവ് ശക്തമായി ഉപയോഗിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുമല്ലോ. നല്ല കർത്താവെ സ്തുതിക്കുന്നു. പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി അവസരം നൽകി തന്ന കർത്താവിനെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദിവസം എഴുന്നേറ്റ് നിന്ന് വചനം അവർ പഠിച്ച വചനം പറയുവാനിടയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ ദൈവസന്നിധിയിൽ നീതിയോടെ നിൽക്കുവാൻ മറ്റൊരു സന്നിധിയിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. ആയുസ് ആരോഗ്യം നൽകി ലോകത്തിന് മാതൃകയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തീരുവാൻ കർത്താവിൻ്റെ കൃപ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 1 വയസ്സ് കൂടി ഇടുക്കിട്ടിയ ഞങ്ങളുടെ കുഞ്ഞിനായി പൈതലിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ അവനോട് കരുണ കാണിക്കണമേ. അവൻ്റെ ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും കർത്താവിൻ്റെ മഹത്വത്തിനും അവർ സമൂഹത്തിനും ഗുണമായി തീരണമേ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ സന്നിധിയിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ വെച്ച വിഷയം ഞങ്ങളുടെ മകൾ ഫെവേബയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സ്വർഗീയ കരം നീട്ടിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പൂർണ്ണമായ സൗഖ്യം നൽകി പൂർവ്വ
സ്ഥിതിയിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് കുഞ്ഞിന് കടന്നു വരുവാൻ സ്വർഗമേ നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലിയ. ആ മാതാപിതാക്കൾക്കും ആ ദേശത്തിനും ഹാലേലിയ അവിടുത്തെ മഹത്വം ഉയർത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. അല്പസമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. ഹാലേലിയ. വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസുമായി സ്തോത്രം. സഹോദരിമാരുടെ പ്രാർത്ഥനകൾക്കായി സ്തോത്രം. സകലതും കർത്താവിൻ്റെ മഹത്വത്തിന് മാത്രം കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ പിതാവേ സ്തോത്രം. ആമേൻ. സ്തോത്രം. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. കർത്താവിൻ്റെ ദാസനെ നമ്മെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാമല്ലോ. കർത്താവിന് മഹത്വം. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പരിശുദ്ധമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ഈ രാവിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഈ രാജ്യത്ത് ഒരു ദിവസം കൂടെ ദൈവം ദാനമായി നൽകിയ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ കർത്താവിൻ്റെ ദാസനും എല്ലാ സഹോദരി സഹോദരന്മാർക്കും, കുഞ്ഞുങ്ങൾക്കും, എല്ലാവർക്കും, യൗവനക്കാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ ആയുസ്സിൽ ദൈവം ഒരു ദിവസം കൂടെ ദാനമായി നൽകി. നമ്മളെക്കാൾ പ്രായം കൂടിയവർ, പ്രായം കുറഞ്ഞവർ അനേകർ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയും പ്രയാസങ്ങളിലൂടെയും വേദനകളിലൂടെയും നമ്മൾ പ്രിയ ബ്രദർ സാക്ഷി പറഞ്ഞ പോലെ എത്രയോ സഹോദരങ്ങൾ രോഗാവസ്ഥയിലും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും നമ്മുടെ പ്രാണനെ ദൈവം സൂക്ഷിച്ചു. നമ്മുടെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കി തന്നു. ദൈവത്തിൻ്റെ കരുണകളെയും ദൈവം ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നിങ്ങളോടുകൂടെ ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ സംബന്ധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തെ വലിയവനായി കാണുക. നമ്മുടെ ദൈവം വലിയവനാണ്, എൽ ഷാദായിയാണ്, ഓൾ സഫിഷ്യൻറ്റ് ഗോഡ്. ദൈവം എല്ലാറ്റിനും മതിയായ ദൈവമാണ്. ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. നമുക്ക് ഈ വചനം രാവിലെ ചിന്തിക്കേണ്ടതിനായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 25 മുതൽ 1-2 വാക്യങ്ങൾ നമുക്ക് താഴോട്ട് വായിക്കാം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 25. യെരുശലേമിൽ ശിമ്യോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അതെ, താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് സ്തോത്രം. താങ്ക് യു ബ്രദർ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവത്തെ ധ്യാനിച്ചും സ്തുതിച്ചും ഒക്കെ ആയിരുന്ന ആളുകളുണ്ടായിരുന്നു, പ്രായമുള്ളവരുണ്ടായിരുന്നു. അതിൽ ശിമ്യോൻ എന്ന് പറയുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ഒരു പിതാവ്, യെരുശലേമിൻ്റെ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നു. കർത്താവായ യേശുവിനെയും കൊണ്ട് അമ്മ മറിയാമും ഔസേപ്പ് പിതാവും ജോസേഫും കൂടെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിനെ കരങ്ങളിൽ വാങ്ങിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനായ ആ നീതിമാനായ മനുഷ്യൻ ശിമ്യോൻ ആ കുഞ്ഞിനെ കരങ്ങളിൽ വാങ്ങി പ്രാർത്ഥിച്ചതായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഇപ്പോൾ നാഥ, എന്നെ സമാധാനത്തോടെ, ആമേൻ, തിരുവചനം പോലെ നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കണം.
ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും എൻ്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി സകല ജാതികളുടെയും മുൻപിൽ നീ ഒരുക്കിയ നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ആരാധന ആലയം. ആമേൻ, സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ആലയത്തിൽ ആരാധനയ്ക്ക് വന്ന ചില വ്യക്തികളുടെ അനുഭവത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ചില വേദവാക്യങ്ങൾ, ദൈവവചന ഭാഗങ്ങൾ ആമേൻ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആരാധനയുടെ മൂല്യം, അതിൻ്റെ വില എത്ര വലിയതാണ്. വർഷിപ്പ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വർഷിപ്പ്? ആരാധനയുടെ വില, ദ വർത്ത് ഓഫ് വർഷിപ്പ്. ആരാധനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന മൂല്യം, അതിൻ്റെ വാല്യൂ എത്ര വിലയേറിയതാണ്. ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആരാധനയിൽ നമ്മൾ കേവലം ആമേൻ സ്തോത്രം സ്പെക്ടേറ്റർ ടൈപ്പ് വർഷിപ്പ്, അല്ലെങ്കിൽ കാഴ്ചക്കാരായിട്ട്, നമ്മൾ പണ്ടൊക്കെ പള്ളിയിലായിരുന്നപ്പോൾ അല്ലേ ആളുകൾ പറയും കുർബാനയ്ക്ക് പോയി, അല്ലെങ്കിൽ കുർബാന കാണാൻ പോയി. ആരാധന കാണാൻ പോകുന്ന ആളുകളുണ്ട്, ആരാധന കേൾക്കാൻ പോകുന്ന ആളുകളുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ് പലയിടങ്ങളിലും. പക്ഷെ നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചത് കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാനുമാണ്, നമ്മുടെ കർത്താവിൻ്റെ തേജസ് കാണുവാനാണ്, നമ്മുടെ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാനാണ്. ശിമ്യോൻ എന്ന മനുഷ്യൻ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു അദ്ദേഹം ദേവാലയത്തിലേക്ക് ചെന്നു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്നു. ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്ന് വാഗ്ദത്തം ചെയ്ത ശിശുവിനെ ശിമ്യോൻ കാണുകയാണ്. ആ നാഥനെ, കുഞ്ഞിനെ കരങ്ങളെടുക്കുന്ന കർത്താവ് എന്ന കുഞ്ഞാണ്. ജഡത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പുത്രനായ കർത്താവ് ആ കുഞ്ഞിനെ കരങ്ങളെടുത്തുകൊണ്ട് ആ പിതാവ് പറഞ്ഞു, നാഥ നീ എന്നെ സമാധാനത്തോടെ പറഞ്ഞേക്കണം, മരിക്കുവാൻ അനുവദിക്കണം. കാലം കുറയായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക കന്യകാസുതനായ കർത്താവിനെ കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ശിമ്യോനെയാണ് നമ്മൾ കാണുന്നത്. കാരണം അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് നാളുകൾക്ക് മുൻപ് പറഞ്ഞിരുന്നു, നീ ദൈവപുത്രനെ കാണും, നീ കന്യകാസുതനെ കാണും, നീ കർത്താവിനെ കാണും, എന്നിട്ടേ നിന്റെ കണ്ണടയുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് അവൻ്റെ മേലുണ്ടായിരുന്നു, ഒരു വാഗ്ദത്തം അവൻ്റെ മേലുണ്ടായിരുന്നു. നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തം കാണാതെ നിന്റെ കണ്ണടയുകയില്ല. നീ വാഗ്ദത്തത്തെ കാണുക മാത്രമല്ല, കരങ്ങളിലെടുത്ത് വാഴ്ത്താൻ കൂടെ ദൈവം നിനക്ക് കൃപ നൽകുന്ന ദൈവമാണ്. സ്തോത്രം. ആമേൻ. സ്പെക്ടേറ്റേഴ്സ് ടൈപ്പ് വർഷിപ്പ്, ആരാധന കാണുക അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളതല്ല, നമ്മൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുക എന്നുള്ളതാണ്. ആരാധനയിൽ പ്രധാനമായിട്ടും സംഭവിക്കേണ്ടത് വർഷിപ്പ് ഈസ് റെക്കഗ്നൈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഓർ വർത്ത് ഓഫ് ഗോഡ്. ദൈവത്തെ നമ്മൾ വലിയവനായി കാണുക എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ ആരാധനയിൽ നടക്കണം. 1, മഹത്വ ദർശനം, ദൈവത്തെ വലിയവനായി കാണുക, സീയിങ് ഗോഡ് ആസ് ഗ്രേറ്റ്. 2, സ്വയവിമർശനം, സെൽഫ് ക്രിറ്റിസിസം. 3, സ്വയ സമർപ്പണം, നമ്മളെ ദൈവമുൻപാകെ സമർപ്പിക്കുക. ദൈവത്തെ വലിയവനായി കാണുക എന്നുള്ളതാണ് ആരാധനയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിലെ ഒരു ഉദാഹരണം, ഞായറാഴ്ചയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ആരാധന. ശനിയാഴ്ച വൈകിട്ട് ഒരു അപ്പനും മോനും കൂടെ സർക്കസ് കാണാൻ പോയി. പട്ടണത്തിൽ ഒരു സർക്കസ് നടക്കുന്നു. സർക്കസൊക്കെ കണ്ടിട്ട് വീട്ടിൽ വന്നു. പിറ്റേ ഞായറാഴ്ച രാവിലെ അപ്പനും മോനൂടെ പള്ളി ആരാധനയ്ക്ക് പോയി. പള്ളിയിൽ അമ്മ പോയില്ല, അമ്മയ്ക്ക് ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് പോയില്ല. ഞാൻ അപ്പനും മോനൂടെ പോകാൻ പറഞ്ഞു. അപ്പോൾ അവർ പള്ളി ആരാധനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം അമ്മ മോനോട് ചോദിച്ചു, മോനെ ഇന്ന് പള്ളി ആരാധന എങ്ങനെയുണ്ടായിരുന്നു, അച്ഛൻ്റെ പ്രസംഗമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു, വിവരങ്ങളൊക്കെ ചോദിച്ചു. അമ്മ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നല്ലതായിരുന്നു, നല്ല പ്രസംഗമൊക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല കൊയറിൻ്റെ നല്ല പാട്ടൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പായിക്ക് അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കൊരു സംശയം. അമ്മ ചോദിച്ചു, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇന്നലെ ഞങ്ങൾ സർക്കസിന് പോയപ്പം ഞങ്ങൾ സർക്കസ് കണ്ടുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ മുമ്പിൽ കൂടെ ഒരു താലം വന്നു. താലം എന്ന് പറഞ്ഞാൽ പാത്രം.
അപ്പോൾ അപ്പ പേഴ്സിൽ നിന്ന് 100 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇട്ടോടാ അതിലെന്ന്. അങ്ങനെ ഞാൻ 100 രൂപ ഇട്ട്. ഇന്ന് പള്ളിയിൽ അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കൂടെ ഒരു താലം വന്നു. എന്തോന്നറിയാമോ? സ്തോത്ര കാഴ്ച പാത്രം. അപ്പോൾ അപ്പ പേഴ്സിൽ നിന്ന് 10 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇട്ടോടാന്ന്. അപ്പോൾ ഇന്നലെ സർക്കസിന് 100 രൂപ പേഴ്സിൽ നിന്ന് എടുത്ത് തന്നു. ഇന്ന് പള്ളിയിൽ 10 രൂപ എടുത്ത് തന്നിട്ട് ഇട്ടോടാന്ന് പറഞ്ഞു. പൈസയുടെ കാര്യമല്ല, ഉദാഹരണം. ഇത് ഉദാഹരണമാണ്. അപ്പോൾ ആ ഉദാഹരണത്തിൻ്റെ അർത്ഥം എന്താ? അപ്പായ്ക്ക് ഇന്നത്തെ ആരാധനയേക്കാൾ ഇഷ്ടം ഇന്നലത്തെ സർക്കസായിരുന്നു. അതുകൊണ്ട് ഇന്നലെ 100 രൂപ കൊടുത്തത്, ഇന്ന് 10 രൂപ കൊടുത്തത്. പൈസയുടെ കാര്യമല്ല, വാല്യൂ ഓഫ് വർഷിപ്പ് എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ മൂല്യം കൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിൽ അനേകം ആളുകൾ ആരാധനയ്ക്ക് എത്രമാത്രം മൂല്യം കൊടുക്കുന്നു. ഈ മരുഭൂമിയിൽ ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ ബന്ധപ്പെട്ട് ശരിക്കുമൊക്കെ ഉറങ്ങാതെയൊക്കെ ഈ രാവിലെ ദൈവസന്നിധിയിൽ വന്നു ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന വാഞ്ചയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ നമ്മൾ വലിയവനായിട്ട് കാണുക. ദൈവത്തെ ഒരു സർവീസ് പ്രൊവൈഡറായിട്ട് കാണരുത്. ഹോട്ടലിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് നമ്മൾ സെർവ് ചെയ്ത ആളിന് നമ്മളൊരു ടിപ്പ് കൊടുക്കാറുണ്ട്. എന്തിനാ? നന്നായിട്ട് ഞങ്ങളെ സർവീസ് ചെയ്തു, അതിന് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആസ് എ ടോക്കൺ ഓഫ് അവർ ലവ് ടിപ്പ് കൊടുക്കും. അത് നല്ല കാര്യം. ഇന്നിപ്പോൾ ഹോട്ടലിലൊക്കെ ഈ ഫീഡ്ബാക്കും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന അപ്പോൾ ടിപ്പ് കൊടുക്കുന്നു. സെർവ് ചെയ്തതിന് ഒരു ടിപ്പ് കൊടുക്കുന്നു. ദൈവത്തിന് നമ്മൾ ടിപ്പ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. എന്നെ കഴിഞ്ഞ നാളുകളൊക്കെ ദൈവം നടത്തി, എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തന്നു. കർത്താവേ, ഞാൻ നിനക്കൊരു ടിപ്പ് തരുന്നു. നോ, ആരാധന ദൈവത്തിന് ടിപ്പ് കൊടുക്കുകയല്ല, ദൈവത്തെ സർവീസ് പ്രൊവൈഡറായി കാണുകയല്ല. ദൈവമാരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവം എത്ര വലിയവനാണ്. ദൈവം എൻ്റെ ആവശ്യങ്ങൾ നടത്തിത്തരും, അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. പക്ഷെ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വപ്പെടുത്തുക. ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവൻ ദൈവമാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാകയാൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന സ്തോത്രവും സ്തുതിയുമാണ് ആരാധനയിൽ. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു എന്നുള്ളതല്ല. ആമേൻ. നോട്ട് വാട്ട് ഗോഡ് ഡസ് ബട്ട് ഹല്ലേലൂയ വാട്ട് ഗോഡ് ഈസ്. ഹല്ലേലൂയ. എന്ത് ചെയ്തു എന്നുള്ളതല്ല, ദൈവം ആരായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ദൈവം ചെയ്യുന്നതിനൊക്കെ നമ്മൾ നന്ദി പറയണം. എന്നാൽ അതിലുപരിയായി ദൈവം ആരായിരിക്കുന്നു, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവത്തെ നമ്മൾ വലിയവനായി കാണുക മഹത്വ ദർശനമാണ്. പണ്ടത്തൊക്കെ ദേവാലയങ്ങൾ, കത്തീഡ്രലുകൾ, പള്ളികളൊക്കെ ഭയങ്കര ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് പണിത്. നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. എത്ര അടി ഉയരം? 70 അടി 80 അടി ഉയരം. ഒരു മനുഷ്യന് 7 അടി 6 അടി ഉയരമേ ഉള്ളൂ. പിന്നെ ബിൽഡിംഗ് അല്ലേ, ഒരു 10-15 അടി ഉയരമൊക്കെ മതി. പക്ഷെ പണ്ട് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ലോകത്തിൽ പലയിടത്തൊക്കെ പള്ളി പണിയുമ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് അത് റൂഫ് പണിതിരിക്കുന്നത്. എന്തിനാ? 70 അടി 80 അടി ഉയരത്തിനൊക്കെ. അതിനൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താ? വെറുതെ അങ്ങ് ചുമ്മാ പണിത് പൊക്കിയതല്ല. അവര് ചിന്തിച്ചത് പള്ളിയിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരുമ്പോൾ, ഇപ്പം നമ്മൾ ഈ വലിയ ബിൽഡിങ്ങിലേക്ക് കയറുമ്പോൾ നമ്മൾ കൊച്ചതായിട്ട് ചെറുതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ മുകളിലോട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഉയരമാണ്. When we enters into the temple or church, we feel that our God is great. We are too small. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അല്ലാതെ വെറുതെ അത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉണ്ടാക്കി വെച്ചൊന്നും അല്ല. ദൈവം വലിയവനാണ്, ഞാൻ എത്രയോ ചെറിയതാണ്. ദൈവത്തെ വലിയവനായി കാണുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ആരാധനയിൽ ദൈവത്തിൻ്റെ ആ പ്രസൻസ് നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്. പകൽക്കാലം നമ്മുടെ കർത്താവിനെ എല്ലാം മറന്ന് സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ദൈവത്തിന് പുകഴ്ച കൊടുക്കുവാനും ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു.
ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ നറുക്കുവീണു. ധൂപം കാട്ടാൻ സെക്കറിയാവ് കയറിയിരിക്കുകയാ. എല്ലാവർക്കും അങ്ങനെ നറുക്ക് വീഴത്തില്ല. നറുക്ക് വീണാൽ മാത്രമേ മന്ദിരത്തിൽ പ്രവേശിപ്പാൻ പറ്റത്തുള്ളൂ. ധാരാളം പുരോഹിതന്മാരുണ്ട്. അവരുടെ ആയുസ്സിൽ 2-3 പ്രാവശ്യമായിരിക്കും അവസരം ലഭിക്കുന്നത്. അബിയാക്കൂറിലെ സെക്കറിയാവ് എന്ന പുരോഹിതന് നറുക്ക് വീണു ദേവാലയത്തിൽ ധൂപം കാട്ടാൻ. അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് മച്ചിയാണ്. ഇരുവരും നീതിയുള്ളവരാ, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാ. പക്ഷേ അവർക്ക് തലമുറയില്ലായിരുന്നു. സെക്കറിയാവ് ദേവാലയത്തിൽ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് ദൂതൻ വരികയാ. ദൂതൻ ഇറങ്ങി വരിക, ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. 1-ാം അധ്യായത്തിലെ വിഷയത്തിലേക്ക് ഞാനൊന്ന് വിരൽ ചൂണ്ടിയതാണ്. അങ്ങനെ ദേവാലയത്തിൽ സെക്കറിയാവ് ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ധൂപപീഠത്തിന്റെ വലഭാഗെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്നു, സെക്കറിയാവേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ഇന്ന് പകൽക്കാലം ആരാധനയുടെ നടുവിൽ, ആലയത്തിന്റെ നടുവിൽ, ധൂപപീഠത്തിന്റെ വലഭാഗെ പ്രാർത്ഥനയുടെ നടുവിൽ ദൂതൻ ഇറങ്ങി വരികയാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? നീ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആലയത്തിന്റെ മലമ്മ നടുവിൽ പ്രാർത്ഥനയുടെ ധൂപം ഉയരുമ്പോൾ ദൂതൻ ഇറങ്ങി വന്ന് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില പ്രാർത്ഥനകളുടെ മറുപടി ഈ ആരാധനയിൽ വെളിപ്പെടുകയാണ്. ആലയത്തിന്റെ നടുവിൽ ദൂതൻ ഇറങ്ങി വരിക. ആരാധനയുടെ നടുവിൽ ധൂപപീഠത്തിന്റെ വലഭാഗെ ദൂതൻ ഇറങ്ങി വരികയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ആരാധനയിൽ ചില പ്രാർത്ഥനകളുടെ മറുപടികളുണ്ട്. നാളുകളായി നീ വല്ലാതെ വേദനിച്ച് വിഷമിച്ച്, കർത്താവേ, ഒരു വിടുതലില്ലല്ലോ, ഈ ശുശ്രൂഷ ഒന്ന് കൈമാറാൻ എൻ്റെ വീട്ടിലൊരു പുരുഷപ്രജയില്ലല്ലോ, എൻ്റെ കണ്ണടയുമ്പോൾ ഞാൻ ആർക്കിത് കൈമാറി കൊടുക്കും? ഭാരപ്പെടുന്ന ഒരു കുടുംബമാ. പക്ഷേ ദൈവം വാർദ്ധക്യത്തിൽ അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുകയാ. ദൂതൻ ഇറങ്ങി വരികയാ. 1-ാം അധ്യായത്തിൽ ആലയത്തിൽ ദൂതൻ ആരാധനയുടെ നടുവിൽ ഇറങ്ങി വരുന്നു. 2-ാം അധ്യായത്തിൽ ശിമ്യോൻ ആലയത്തിൽ കർത്താവിനെ കാണുന്നു. ഒടുവിലേക്ക് ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, ആരാധനയിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തികളെ കുറിച്ച് ഓർക്കുക. 6-ാം അധ്യായത്തിലെ ഒരു ഭാഗം ഒന്ന് നമുക്ക് നോക്കാം. ലൂക്കോസ് 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. കർത്താവ് പള്ളിയിൽ ചെല്ലുന്നു. പള്ളി എന്ന് പറയുന്നത് സിനഗോഗ് എന്നുള്ളതാണ്. അതും പ്രാർത്ഥനാ സ്ഥലമാണല്ലോ സിനഗോഗ്. ഒരു യെരൂശലേം ദേവാലയം, പിന്നെ എല്ലാം സിനഗോഗുകളാണ്, പള്ളികളാണ്. കർത്താവ് പലപ്പോഴും പള്ളികളിൽ പോയിട്ടുണ്ട്, ദേവാലയത്തിലും പോയിട്ടുണ്ട്. പള്ളിയിൽ കർത്താവ് ചെന്ന് സിനഗോഗ്. ലൂക്കോസ് 6-ന്റെ 6-ാം വാക്യം. വരണ്ട കൈയുള്ളവൻ വായിച്ചാണ്. മറ്റൊരു ശബ്ദത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വലങ്കൈ വരണ്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ നമുക്ക് ആ വേദഭാഗമൊക്കെ അറിയാം. സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. പള്ളിയിൽ ആരാധന നടക്കുന്നു, പള്ളിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അവിടെ ചെന്നു. അവിടെ പരീശന്മാരുണ്ട്. ആരാധനയ്ക്ക് വരുന്ന ആളുകൾ പല വിധത്തിലുള്ളതായ മനോഭാവത്തോടു കൂടി വരുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മനോഭാവം ഏതു തന്നെയായാലും നമ്മുടെ ആരാധനയിൽ നമുക്ക് കാണേണ്ടത് നമ്മളെ തന്നെ ഒന്നുമല്ല, നമ്മളെ ഒന്നും കാണാനോ ഒന്നുമല്ല, നമ്മുടെ പെർഫോമൻസ് ഒന്നുമല്ല, അതൊന്നുമല്ല. കർത്താവിൻ്റെ വിടുതൽ, കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ കൃപ. ഞാൻ എന്നെ തന്നെ ഒന്നും കാണിക്കുവാനല്ല, എൻ്റെ കർത്താവിൻ്റെ വിടുതൽ, ആ മഹത്വം കാണണം. ഹല്ലേലൂയ. വരണ്ട കൈയുള്ളൊരു മനുഷ്യൻ, അവൻ്റെ വലം കൈ ചുരുണ്ട് വരണ്ടിരിക്കുക, വിതേർഡ് ഹാൻഡ്.
നാളുകളായി അവന് എത്രയോ വർഷങ്ങളായി കൈ ഇങ്ങനെ ഇരിക്കുക, നീട്ടാൻ പറ്റത്തില്ല, ചലിക്കത്തില്ല, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ പള്ളിയിലുണ്ടായിരുന്നു. കർത്താവ് ആരാധനയുടെ ഇടയിൽ അവനെ വിളിക്കുന്നു, അവനോട് പറയുന്നു, വലം കൈ വരണ്ട മനുഷ്യനെ പിടിച്ച് കർത്താവിൻ്റെ അടുത്ത് ചേർത്ത് നിർത്തി അവനെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ വ്യക്തിത്വത്തിൽ നമുക്കറിയാം വരണ്ട കൈ, അവൻ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എത്ര വലിയതാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അവൻ്റെ വേദനയെ അറിഞ്ഞു, അവൻ്റെ ഭാരം അറിഞ്ഞു. യേശു അവനെ സൗഖ്യമാക്കുകയാണ്. വരണ്ട പരീക്ഷന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവർ ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് വരണ്ട കൈയുള്ളവനോട് കർത്താവ് പറയുന്നു, നിന്റെ കൈ നീട്ടുക, സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്, നിന്റെ കൈ നീട്ടുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ഹി വാസ് ഹീൽഡ്, അവൻ സൗഖ്യമുള്ളവനായി അവന്റെ കൈ നീട്ടി. അവന്റെ വരണ്ട കൈ നാളുകളായി ചുരുണ്ടുകൂടിയിരുന്നത്, നീട്ടാൻ കഴിയാത്ത കൈ ഒറ്റ സെക്കൻഡ് കൊണ്ട് he stretched out his hand and he was immediately healed. അവൻ സൗഖ്യമുള്ളവനായിട്ട് തീർന്നു. വരണ്ട കൈ, കൈ പ്രവർത്തിക്കാനുള്ള അതേ അവയവമാണല്ലോ. ഇവിടെ നമ്മൾ കാണുന്നത് ആരാധനയിൽ നമ്മൾ നന്മ ചെയ്യാനുള്ള കരുത്ത് ആർജിക്കുന്നു. ഹല്ലേലൂയ. വരണ്ട കൈ നീട്ടുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ, നന്മ പ്രവർത്തിക്കാൻ, ഹല്ലേലൂയ, ആ കരം നീട്ടുകയാ. വരണ്ട ചുരുണ്ട് ഇരിക്കുന്നത് സ്ട്രെച്ച് ഔട്ട് ആകുകയാണ്. നന്മ ചെയ്യാനുള്ള കരുത്ത് ആർജിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൈ പ്രവൃത്തിയെ കാണിക്കുന്നു. ആരാധനയിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ നടക്കുകയാണ്, ട്രാൻസ്ഫർമേഷൻ നടക്കുകയാണ്. ആരാധനയിൽ സംഭവിക്കേണ്ടത് അതാണ്. നവ്യമക്കളെ, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. നന്മ ചെയ്യാനുള്ള കരുത്ത് ആർജിക്കുന്നു. കൈ നീട്ടുക എന്ന് കർത്താവ് പറഞ്ഞു. അവൻ്റെ കൈ നീട്ടി അവൻ സൗഖ്യമുള്ളവനായി തീർന്നു. അതിൻ്റെ ഒരു ഉൾക്കാഴ്ചയാണ് പരിശുദ്ധാത്മാവ് ധ്യാനത്തിൽ ദൈവിക ദൂതകൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന ആലോചനകളും ദൈവവചനത്തിൻ്റെ ഭാഗമാണ്. നന്മ ചെയ്യാനുള്ള കരുത്ത് ആർജിക്കും. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ രണ്ടുപേര് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി. ആരാ? ചുങ്കക്കാരനും പരീശനും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, നമുക്ക് ഈ വേദഭാഗം അറിയാമല്ലോ. താങ്ക് യു, ഹല്ലേലൂയ. പള്ളിയിൽ രണ്ടുപേർ ആരാധനയ്ക്ക് പോകുന്നു, പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുകയാണ്. ഒരുത്തൻ ചുങ്കക്കാരൻ, മറ്റവൻ പരീശൻ. പരീശന്റെ സ്വഭാവം നമുക്കറിയാം. ആ പരീശൻ പറയുകയാണ്, ദൈവമേ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ്, ഞാൻ ആഴ്ചയിൽ ഇത്ര നേരം ഉപവസിക്കുന്നവനാണ്, പതാരം കൊടുക്കുന്നവനാണ്. പരീശൻ തന്നെ കുറിച്ച് തന്നെ ഒരു എക്സ്പ്ലനേഷൻ ദൈവത്തോട് പറയുക. സ്വയമായിട്ട് ഊതി പെരുപ്പിക്കുകയാണ് പരീശൻ. ദൈവത്തെ പഠിപ്പിക്കുകയാണ് പരീശൻ ചെയ്യുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവനവനെ തന്നെ കാണുവാൻ തനിക്ക് പലപ്പോഴും കഴിയുന്നില്ല. നമ്മൾ ഈ പേഴ്സണാലിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ പെർസോണ എന്ന് പറഞ്ഞാൽ മാസ്ക് എന്നുള്ള അർത്ഥത്തിലാണ്. പണ്ടത്തെ കാലത്തെ ആളുകൾ നാടകം അഭിനയിക്കുമ്പോൾ അവർ കഥാപാത്രത്തെ ക്യാരക്ടറൈസ് ചെയ്യാൻ ഒരു മാസ്ക് ഇടും. ആ കഥാപാത്രത്തിൻ്റെ മാസ്ക് നമ്മൾ കോവിഡ് വന്നപ്പോൾ വെച്ച മാസ്ക് അല്ല, അത് വേറെ, ആ മാസ്ക് അല്ല. അതാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി അവർ ആ രൂപം ഇടുകയാണ്. നമുക്കറിയാമല്ലോ, അതിനെയാണ് പേഴ്സോണ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് പേഴ്സണാലിറ്റി എന്ന പദമൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പലപ്പോഴൊക്കെ പല മാസ്കുകൾ ധരിക്കാറുണ്ട്, അല്ലേ? പല സമയത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിലാണ്. ചില സമയത്ത് പറയും, ഹല്ലേലൂയ, ആമേൻ, എൻ്റെ തനി സ്വഭാവം എടുത്താലുണ്ടല്ലോ. നിങ്ങളാരും അങ്ങനെ പറയുന്നല്ല, അല്ലെ? തനി സ്വഭാവം അങ്ങനെയൊന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പല മാസ്കുകൾ ധരിക്കാറുണ്ട്. പരീശൻ മാസ്ക് ധരിച്ച് നിൽക്കുകയാ. നിനക്കറിയാമല്ലോ ഞാൻ ആരാണെന്ന്.
സ്വയം വിമർശിക്കുവാൻ കഴിയാതെ, തൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാതെ അവൻ അവൻ പറയുന്നു, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലൊന്നുമല്ല ഞാൻ. അവനെ ചൂണ്ടിക്കാണുകയാണ്. ഈ നിൽക്കുന്ന ചുങ്കക്കാരനുണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് അവിടെ അകൽച്ചയുടെ ഒളിച്ചോട്ടമാണ്. ദൈവസന്നിധിയിൽ നിന്ന് അവൻ അകൽച്ചയുടെ ഒളിച്ചോട്ടമാണ്. അവന് സ്പിരിച്വാലിറ്റി അളക്കുന്നത് കമ്പാരിസൺ ചെയ്താണ്. നമ്മുടെ സ്പിരിച്വാലിറ്റി എന്താണ്? വാട്ട് ഈസ് അവർ സ്പിരിച്വാലിറ്റി? നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്, വാട്ട് ഈസ് അവർ സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി ഈസ് ഓൾ അബൌട്ട് അവർ ലൈഫ്. എൻ്റെ ജീവിതമാണ് എൻ്റെ ആത്മീയത. നമ്മൾ മറ്റ് കാണുന്നല്ല റിലീജിയോസിറ്റിയ, മതഭക്തിയ. ആത്മീയത എന്ന് പറയുന്നത് ദ വേ ഓഫ് ലൈഫ്. എൻ്റെ ജീവിതമാണ് എൻ്റെ ആത്മീയത. ഇവൻ പറയുന്നു, ഇവൻ മോശക്കാരൻ, അതുകൊണ്ട് ഞാൻ നല്ലവൻ. അവനെ വെച്ച് നോക്കുമ്പോൾ ഞാനാണ് ബെറ്റർ. കമ്പാരിസണാണ്. ഇവനെ പോലെ അല്ല. ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആത്മീയനാണോ എന്നുള്ളതല്ല. നോ കമ്പാരിസൺ. ആരെയുമായിട്ടും നമുക്ക് താരതമ്യം ചെയ്യണ്ട. ഇവൻ പറയുന്നു, അവനെ പോലെയല്ല, അവൻ ചുങ്കക്കാരനാ, ഞാൻ പരീശനാ. പക്ഷെ ചുങ്കക്കാരൻ എന്ത് ചെയ്തു? അവൻ മാറി നിന്നിട്ട് സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ അവന് യോഗ്യതയില്ല. അവൻ മാറത്തടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ആലയത്തിൽ ആരാധനയിൽ നമുക്ക് സംഭവിക്കേണ്ടത് രൂപാന്തരമാണ്. നോ കമ്പാരിസൺ. അവനെ വെച്ച് നോക്കുമ്പോൾ ഞാനാണ് ബെറ്റർ. നമുക്കങ്ങനെ ഒരിക്കലും പറയാൻ നമുക്ക് സാധ്യമല്ല. നമുക്കറിയാം ആരാ നീതീകരിക്കപ്പെട്ടവനായി പോയത്. പരീശൻ നീതീകരിക്കപ്പെട്ടില്ല, പക്ഷെ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. കർത്താവ് പറഞ്ഞു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. നമ്മളെ തന്നെ സെൽഫ് എക്സാമിൻ ചെയ്യുന്നത്, ഇൻട്രോസ്പെക്ഷൻ, നമ്മളെ തന്നെ കാണുന്നത്, യു നോ യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട, നീ നിന്നെ തന്നെ അറിയുക എന്നുള്ളതാണ്. നാം നമ്മെ തന്നെ അറിയുമ്പോഴാണ് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എത്രയോ പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആലയത്തിൽ ആരാധനയിൽ നടക്കുന്നത് വലിയ രൂപാന്തരമാണ്. മറ്റൊരു ഒന്ന് രണ്ട് വാക്യം കൂടെ നമുക്ക് വേഗത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പിന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് 19-ാം അധ്യായം 45-46. ഇന്നലെ രാത്രി പറഞ്ഞ പോലെ എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. ആലയം, ആരാധന. അവിടെ കാണുന്നത് ചുമതലകളുടെ ലോകത്തിലേക്ക് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്ത് നമുക്കറിയാം, നോർത്ത് കൊറിയ, നൈജീരിയ, സുഡാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ലിബിയ, ലോകത്തിൽ എത്രയോ രാജ്യങ്ങൾ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നൈജീരിയയിൽ ഏതാണ്ട് 1 ലക്ഷത്തോളമായി ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുക. ഫുലാനി ഗ്രൂപ്പുകളും ബൊക്കോ ഹറാമുമെല്ലാം. ലോകം മുഴുവൻ ദൈവമക്കൾ ഉപദ്രവിക്കപ്പെടുന്നു. പീഡയിലൂടെ പോകുന്നു, ജയിലറുകളിൽ കഴിയുക. ഇന്ന് രാത്രിയിൽ പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ നമ്മളെ എത്രയോ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ലോകത്തിൽ എത്രയോ മനുഷ്യൻ അനുഭവിക്കുന്ന പീഡ, മണിപ്പൂരിലെ പ്രശ്നങ്ങൾ, ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ, ലോകത്തിലെവിടെയെല്ലാം ദൈവജനം ഉപദ്രവിക്കപ്പെടുന്നു. അപ്പോൾ പ്രാർത്ഥന ചുമതലകളുടെ ലോകത്തിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. നമുക്ക് ദേശത്തിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മറ്റൊരു കാര്യം, ദേവാലയത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് 21-ാം അധ്യായത്തിൽ ദരിദ്രയായ വിധവ 2 കാശിടുന്നത്. വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. അവളുടെ ജീവിതത്തിന്റെ ഉപജീവനം മുഴുവൻ അവൾ സമർപ്പിക്കുകയാണ്. അവൾ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുകയാണ്. ആലയത്തിൽ കർത്താവ് അവിടെ നിൽക്കുക, ഭണ്ഡാരത്തിന്റെ അടുത്ത്. ധനവാന്മാർ വന്ന് ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നു. നമുക്കറിയാം, ഭണ്ഡാരത്തിലേക്ക് അവർ പൈസ വാരിയിടുമ്പോൾ ആ ഭണ്ഡാരം നന്നായിട്ട് കിലുങ്ങുന്നുണ്ട്, സൗണ്ട് കേൾക്കാം. ഹല്ലേലൂയ. ആളുകൾ പൈസ ഇടുമ്പോഴൊക്കെ സൗണ്ട് കേൾക്കാം. ധനവാന്മാർ ഇട്ട് വാരിയിടുകയാ, നല്ലവണ്ണം ഭണ്ഡാരം കിലുങ്ങുന്നുണ്ട്. പക്ഷെ യേശുവിനെ കുലുക്കിയത് വിധവയുടെ 2 കാശ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, അവളില്ലായ്മയിൽ നിന്ന് കൊടുത്തു. അവളുടെ സമൃദ്ധി മുഴുവൻ ഇട്ടു. അവളുടെ ഉപജീവനത്തിലുള്ളത് മുഴുവൻ അവൾ ഇട്ടു കർത്താവിന് വേണ്ടി. നമ്മെ
തന്നെ പൂർണ്ണമായും സമർപ്പിക്കപ്പെടുന്നതാണ് ആരാധനയിൽ സംഭവിക്കേണ്ടത്. ആമേ സ്വയവിമർശനം, വരണ്ട കൈ നീട്ടപ്പെടണം. ഹല്ലേലൂയ. ആമേ നന്മ ചെയ്യാനുള്ള കരുത്താർജിക്കണം. നോ കമ്പാരിസൺ. അകൽച്ചയുടെ ഒളിച്ചോട്ടമല്ല. ആമേ ചുമതലകളുടെ ലോകത്തിലേക്ക് നമ്മൾ വരണം. പ്രാർത്ഥനാലയമാണ്. പൂർണ്ണമായി സമർപ്പിക്കുന്നു. നമ്മളെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുക. ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വേഗം വരുന്നു. മറ്റൊരു സംഭവം നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. കർത്താവ് പള്ളിയിൽ ചെന്നപ്പോൾ കൂനിയായ ഒരു സ്ത്രീ, 18 വർഷമായി അവൾക്ക് നിവരാൻ പറ്റുന്നില്ല. അവളുടെ നട്ടെല്ല് കൂനിയിരിക്കുക, സ്പൈനൽ കർവേച്ചർ. ആമേൻ. കുനിഞ്ഞാണ് നടക്കുന്നത്. അവൾക്ക് തലപൊക്കാൻ പറ്റത്തില്ല. എത്രയോ 1-2 അല്ല, 18 ഇയേഴ്സ് അവൾ കുനിഞ്ഞ് നടക്കുക. അവൾക്ക് തലപൊക്കുവാൻ കഴിയുന്നില്ല. അവളുടെ നട്ടെല്ലിൽ, അവളുടെ ബാക്ക് ബോണില് ഒരു വളവ് അല്ലെങ്കിൽ കൂന്, കർവേച്ചർ, ആമേൻ, ബെൻഡ്. അവൾ എപ്പോഴും കുനിഞ്ഞാണ് നടക്കുന്നത്. അത് ഒരു രോഗബന്ധനമായിരുന്നു. കർത്താവ് പള്ളിയിൽ ചെന്നു. പള്ളി ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീയെ അരികിൽ വിളിച്ചു. ആമേൻ. അവളോട് പറഞ്ഞു, മകളെ, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. 18 വർഷമായി കുനിഞ്ഞു നടക്കുകയാ. ഇന്ന് പകൽ ആരാധനയുടെ നടുവിൽ നിന്റെ കൂനുകളെ കർത്താവ് മാറ്റും. അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന കർത്താവ്. യേശുവിന്റെ നാമത്തിൽ നാളുകളായി ആളുകളുടെ മുൻപിൽ തലപൊക്കാൻ കഴിയാതെ നീ ലജ്ജിക്കപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ നീ കുനിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ശരീരത്തിന്റെ രോഗമാകാം, അത് മനസ്സിന്റെ ഭാരമാകാം. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ബന്ധനം അഴിയുന്ന പകല. കരകളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കെട്ടുകൾ ഇന്ന് പകൽ അഴിയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ശരീരത്തിന്റെ ബന്ധനങ്ങൾ, രോഗശക്തികളുടെ മേൽ ഇന്ന് പകൽ കർത്താവിന്റെ വിടുതലിന്റെ കരം നീട്ടുകയാ. അതൊരു പൈശാചിക കെട്ടായിരുന്നു. അതൊരു പൈശാചിക ബന്ധനമായിരുന്നു. അത് ട്രീറ്റ്മെന്റ് കൊണ്ട് സൗഖ്യമാകത്തില്ല. അത് മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ സൗഖ്യമാകത്തില്ല. അത് പിശാച് കെട്ടിയ കെട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, പരീശന്മാര് അവനെ ചോദ്യം ചെയ്തപ്പോൾ കർത്താവ് പറയുന്നു, സാത്താൻ 18 വർഷമായി കെട്ടിയ ഇവളെ, അബ്രഹാമിന്റെ മകളായ ഇവളെ, അബ്രഹാമിന്റെ മകളാ, അവൾ ആ പാരമ്പര്യം ഉള്ളവളാ. പക്ഷേ 18 വർഷം പിശാച് അവളെ കെട്ടിയിട്ടിരിക്കുകയാ. നട്ടെല്ലിന്റെ ബന്ധനം ഒരു രോഗബന്ധനമായിരുന്നു. നട്ടെല്ലിന്റെ കുനിവ് അതൊരു രോഗത്തിന്റെ കെട്ടായിരുന്നു. ഇന്ന് പകൽക്കാലം പിശാചിന്റെ പ്രവർത്തികൾ അഴിക്കുവാനാണ് കർത്താവ് വന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാച് കെട്ടിയിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ഉടയ മനയ സന്ധരാജല യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പകൽക്കാല രോഗശക്തികളുടെ മേൽ ചില രോഗങ്ങൾ ഇന്ന് പകൽക്കാലം വിട്ടുവോ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവളുടെ വ്യക്തിത്വത്തിന്റെ വില തിരിച്ചറിയുന്നു. അവളുടെ വിരൂപത മാറുകയാ. അവൾ കുനിഞ്ഞു നടക്കുകയാ. ഹല്ലേലൂയ. 18 വർഷമായി അവളെ കുനിഞ്ഞു നടക്കുകയാണ്. ഹല്ലേലൂയ. അവളുടെ തല നിവർന്നു. അവൾ തല ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചില കൂനുകൾ വിട്ടുപോകും. ആമേൻ. തല ഉയർത്താൻ കഴിയാതെ മുഖം കുനിഞ്ഞിരിക്കുന്ന അനുഭവത്തില് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എങ്ങനെ നോക്കും? ആമേൻ. എന്റെ തല പൊക്കാൻ കഴിയുന്നില്ലല്ലോ. ഇന്ന് പകൽക്കാലം ചില ഭാരങ്ങൾ നിന്നെ കുനിയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തോളിൽ നിന്ന് ചുമടുകൾ നീക്കുന്നവനാണ്. നിന്റെ കൈകൾ കൊട്ടവിട്ടൊടിയത്തക്കവണ്ണം ഇന്ന് പകൽക്കാലം മകനെ നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില രോഗശക്തികൾ ഇന്ന് പകൽക്കാലം മാറട്ടെ. വിരൂപതകളെ മാറ്റുന്ന പകല അവളുടെ വിരൂപത മാറി. ആ പള്ളി ആരാധനയിൽ അവളുടെ ബന്ധനം അഴിഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സെക്കറിയാവിന് ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. വരണ്ട കൈമാറി നന്മ ചെയ്യാനുള്ള കരുത്തു പ്രാപിക്കുന്നു. അകൽച്ചയുടെ ഒളിച്ചോട്ടമാ പരീശൻ. പക്ഷെ ചുങ്കക്കാരൻ നീ
നീതീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ചുമതലകളുടെ ലോകത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്നു. ദരിദ്രയുടെ 2 കാശ് പോലെ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കുക. ഹല്ലേലൂയ. അതേ നട്ടെല്ല് കുനിഞ്ഞു വളഞ്ഞ് ആ സ്ത്രീയുടെ വിരൂപത മാറി, അവളുടെ വിരൂപത മാറി, അവളെ പിശാച് വിരൂപമാക്കിയിരുന്നു. എന്നാൽ ആ പകൽക്കാലം ആരാധനയുടെ നടുവിൽ അവളുടെ വിരൂപത മാറി, അവൾക്ക് വ്യക്തിത്വത്തെ ഉണ്ടായി, ഒരു ഐഡന്റിറ്റി ഉണ്ടായി, വ്യക്തിത്വം അല്ലെങ്കിൽ അവൾക്ക് സൗഖ്യവും രൂപാന്തരവും വിടുതലും സംഭവിച്ചു. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് അവസാനമായി കടന്നു വരുന്നു. ശിമ്യോൻ, അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഹോളി സ്പിരിറ്റ് വാസ് upon him. It had been revealed to him by the Holy Spirit that he would not die before he had seen the Christ. ക്രിസ്തുവിനെ കാണാതെ മരണം കാണത്തില്ല. യഹൂദന്മാരുടെ പാരമ്പര്യം പറയുന്നത് ഈ ശിമ്യോൻ ബൈബിളിലെ പ്രവചനങ്ങൾ പകർത്തി എഴുതുന്ന ഒരു പകർത്തിയെഴുത്തുകാരനായിരുന്നു, ഒരു സ്ക്രൈബ് അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യുമായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇദ്ദേഹം ഇങ്ങനെ പകർത്തി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ 7-ാം അധ്യായം 14-ാം വാക്യം വന്നു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഈ ഭാഗം വന്നപ്പോൾ ശിമ്യോൻ അറച്ചു, എൻ്റെ വിരല് ചരിച്ചിന് എഴുതാൻ പറ്റുന്നില്ല. ശിമ്യോൻ അത്ഭുതപ്പെട്ടു, കന്യക ഗർഭിണിയായി മകനെ ഇതെങ്ങനെ ഇത് സാധ്യമാണോ? ശിമ്യോൻ എഴുതാതെ അറച്ചു നിന്നപ്പോൾ ഒരു ദൂതൻ വന്ന് ശിമ്യോനെ തട്ടിയിട്ട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് എഴുതിക്കോ, ഇത് നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന്. ഇത് യഹൂദന്മാരുടെ പാരമ്പര്യ പുസ്തകമായ തൽമൂദിൽ എഴുതിയിട്ടുണ്ട്, ബൈബിളിലല്ല, തൽമൂദിൽ. ഇത് അവരങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇത് നിന്റെ കണ്ണുകൊണ്ട് കാണും. അങ്ങനെ കാലം കുറേയായി കാത്തിരിക്കുക. വാഗ്ദത്തം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അവൻ ആലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദേവാലയത്തിൻ്റെ മൂലയ്ക്ക് തൊലിയെല്ലാം ചുക്കിച്ചുളുങ്ങി, കവിളെല്ലാം ഒട്ടി, തലമുടിയെല്ലാം നരച്ച് വിറയ്ക്കുന്ന കൈകളോടുകൂടി ഒരു പിതാവ് കാലം കുറയായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കന്യകാസുതനെ കാണാൻ ഇതാ അവനെ കൊണ്ട് ദേവാലയത്തിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിനെ കൈകളിൽ വാങ്ങിച്ചിട്ടു. നമ്മളവിടെ വായിച്ചു, അവൻ ആത്മനിയോഗത്താ ദേവാലയത്തിൽ ചെന്ന് ആമേ ശിശുവിനെ കരകളിൽ വാങ്ങിയിട്ട് പറഞ്ഞു, നാഥ എന്നെ സമാധാനത്തോടെ പറഞ്ഞയക്കണം. സകല ജാതികളുടെയും മുൻപിൽ നീ ഒരുക്കിയ ലോകത്തിന്റെ വെളിച്ചവും ഇസ്രായേലിന്റെ മഹത്വമായി സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ആമേ ശിമ്യോൻ ആ കുഞ്ഞിനെ കണ്ടു, ആമേ വാഗ്ദത്തസുതനെ കണ്ടു, കന്യകാസുതനെ കണ്ടു. അവനെ വിളിക്കുകയാ, പ്രപഞ്ചത്തിന്റെ നാഥനാഥന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ്. അവനെ വിളിക്കുകയാ, കുഞ്ഞേ എന്നല്ല വിളിച്ചത്, ബേബി മോനെ എന്നൊന്നും അല്ല വിളിച്ചത്, ചക്രക്കുട്ട അങ്ങനെയൊന്നും അല്ല വിളിച്ചത്, നാഥ നാഥ. കയ്യിലിരിക്കുന്നത് ആരാ? പ്രപഞ്ചത്തിന്റെ നാഥനാണ്. നാഥ, ഹല്ലേലൂയ. എന്നെ എന്റെ കണ്ണ് നിന്നെ കാണാൻ കൃപ നൽകിയല്ലോ. ഇന്ന് പകൽക്കാലം മറ്റൊന്നുമില്ലെങ്കിലും യേശുവിനെ കാണാൻ, ഈ ദൈവത്തെ കാണാൻ ഭാഗ്യം ലഭിച്ച ദൈവജനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വാഗ്ദത്തം കരങ്ങളിൽ എടുക്കുന്നു, വാഗ്ദത്തം കൈകളിൽ എടുക്കുന്നു, വാഗ്ദത്തം കാണുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ ദൈവത്തിന്റെ ചില മഹത്വം നീ കാണുകയാ. ചില ബന്ധനങ്ങൾ അഴിയുകയാ, ചില വരണ്ട കൈകൾ സൗഖ്യമാകുകയാണ്. യേശുവിന്റെ നാമത്തിൽ മഹത്വ ദർശനമാണ് ആരാധന, സ്വയവിമർശനമാണ് ആരാധന, സ്വയ സമർപ്പണമാണ് ആരാധന. എൻ്റെ കണ്ണ് അങ്ങയെ കണ്ടുവല്ലോ, ക്രൈസ്തലോ അങ്ങയുടെ കരുതൽ ഞാൻ കണ്ടുവല്ലോ, അങ്ങ് എത്രയോ വലിയവനാണ്. ആത്മനിയോഗത്ത ദൈവാലയത്തിൽ കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പകരട്ടെ. ഞാൻ പ്രാർത്ഥിക്കണം ആഗ്രഹിക്കുന്നവർ ഒരു നിമിഷം വലത് കൈ ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രാവിലെ മനോഭാരത്തോടെ വന്നവർ, ശരീരത്തിൽ രോഗികളായി വന്നവർ, ശാന്തല ചില ഭാരങ്ങളിലായി കർത്താവെ ഇന്ന് പകൽക്കാലം ഈ മക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തൃക്കരം ഇപ്പോൾ വയ്ക്കണം. ദൈവശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അവരുടെ ഹൃദയത്തിൻ്റെ വേദന നീ അറിയുന്നല്ലോ. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരം, ജോലിയിലെ പ്രയാസങ്ങൾ, ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും പകൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ കർത്താവെ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. ചില വരണ്ട കൈകൾ സൗഖ്യമാകട്ടെ, ചില നട്ടെല്ലിൻ്റെ വളവുകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടട്ടെ. ചുമതലകളുടെ ലോകത്തിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം ചെയ്യും. വാഗ്ദത്തങ്ങളുടെ നിവൃത്തി ഞങ്ങളെ കാണിക്കും എന്ന് വാഗ്ദത്തമുള്ളതിനാൽ സ്തോത്രം. നിന്റെ കരം നിന്റെ മേൽ ലഭിക്കണം. അത്ഭുത സൗഖ്യം അയച്ച വിടുതൽ കരം നീട്ടണം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.
അതിശക്തമായ ദൈവികാലോചന കർത്താവിൻ്റെ ദാസനിലൂടെ കർത്താവ് നമുക്ക് നൽകി തന്നുവല്ലോ. സ്തോത്രം. ആമേൻ. ആരാധനയുടെ വില, ആമേൻ, മഹത്വ ദർശനമാണ് ആരാധന. സ്വയവിമർശനമാണ് ആരാധന. സ്വയസമർപ്പണമാണ് ആരാധന. ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്ന ശിമിയോൻ്റെ ആമേൻ സ്തോത്രം ജീവിതാനുഭവത്തിൽ നിന്ന് ആമേൻ കർത്താവിൻ്റെ ദാസനിലൂടെ ആരാധനയുടെ മഹത്വത്തെപ്പറ്റി, ആരാധനയുടെ വിലയെപ്പറ്റി ആമേൻ സ്തോത്രം സെവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവജനത്തിന് മുമ്പാകെ നാം എല്ലാവരും സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള സമയം നമ്മൾ സ്തോത്ര കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. ആമേൻ സ്തോത്രം. ആമേൻ തിരുമേശയിൽ നിന്ന് പങ്കെടുക്കുന്ന ഭാഗവാക്കുകളാകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവസന്നിധിയിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസന്മാർ മുമ്പോട്ട് കടന്നു വരും. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആമേൻ തിരുമേശയോട് അടുക്കാമല്ലോ. ആമേൻ. ഒരു നിമിഷം നമുക്ക് വേണ്ടി കാൽവറി